മുഹമ്മദ് അസ്ലം കൂടി വിവരങ്ങൾ നൽകും. മുഹമ്മദ് അസ്ലം, പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പേര് പറയാതെ PMA സമീറിനെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിൽ നിന്നാണ് തുടക്കം. അതിപ്പോൾ CPM-ലുള്ള ചർച്ചയിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്നു. അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ ഈ ഭിന്നസ്വരം അത് പാർട്ടി വിടുന്നതിലേക്ക് നയിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണോ ലഭിക്കുന്നത്? ജിൽസി, ഇന്നലത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരുപക്ഷെ സ്ഥാനാർത്ഥികൾ സംബന്ധിച്ച പല വിസ്മയങ്ങളുണ്ടായെങ്കിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സസ്പെൻസ് എന്ന് പറയുന്നത് PMA സമീർ എന്ന് പറയുന്ന നേതാവിന് തിരുവങ്ങാടി സീറ്റ് നൽകിയത് സംബന്ധിച്ചാണ്. കാരണം ഒരു ഘട്ടത്തിലും അദ്ദേഹത്തിന്റെ പേര് പല ഘട്ടത്തിലും കൊണ്ടോട്ടിയിലും മറ്റൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ തിരുവങ്ങാടി സീറ്റിലേക്ക് അദ്ദേഹം സ്ഥാനാർത്ഥി വരും എന്ന് ഉറപ്പായിരുന്നില്ല. ഈ PMA സമീർ എന്ന് പറയുന്നത് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി അംഗവും മലപ്പുറം ജില്ലാ സെക്രട്ടറിക്കാണെങ്കിൽ പോലും അത്ര സജീവമായി പാർട്ടിയിലോ പാർട്ടി വേദികളിലോ ഉള്ള ആളല്ല. പകരം അദ്ദേഹം ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റും അല്ലെങ്കിൽ ചന്ദ്രികയുടെ ഡയറക്ടർ എന്ന നിലയിലും ആ അർത്ഥത്തിൽ ഇപ്പോൾ പ്രൊഫഷണലായി മുന്നോട്ട് പോകുന്ന ഒരാളാണ്. പ്രധാനപ്പെട്ട നേതാക്കളുമായൊക്കെ തന്നെ അടുത്ത ബന്ധം ഉള്ള ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒരു സ്ഥാനാർത്ഥിത്വം നൽകുന്നത് ബാക്കി എല്ലാ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചും ആൾക്കാർക്ക് ആവേശകരമായ സമീപനം ഉണ്ടെങ്കിൽ ഇതിൽ ലീഗ് പ്രവർത്തകർക്ക് തന്നെ ഒരു പ്രത്യേകിച്ച് തിരുവങ്ങാടി തന്നെ അദ്ദേഹത്തെ ഇനി പരിചയപ്പെടുത്തേണ്ടി വരും എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആ ഒരു അതൃപ്തി കൃത്യമായി തന്നെ അബ്ദുറഹ്മാൻ രണ്ടത്താണ് പുറത്ത് പറയുകയാണ്. ഒന്ന്, അദ്ദേഹത്തിന് സ്ഥാനാർത്ഥി ലഭിക്കാത്ത ഒരു പ്രശ്നമുണ്ട്. രണ്ട്, PMA സമീർ എന്ന് പറയുന്ന ആയതിൽ ലീഗിനകത്ത് തന്നെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ തന്നെ നേതാക്കൾക്കിടയിൽ തന്നെ പലർക്കും അതൃപ്തിയുണ്ട്. അത് കൃത്യമായി അബ്ദുറഹ്മാൻ രണ്ടത്താനി പുറത്ത് പറയുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരുപക്ഷെ ആ ഒരു അതൃപ്തി കൃത്യമായി മുതലെടുക്കാൻ തിരുവങ്ങാടിയിൽ തന്നെ അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ LDF നിയോഗിക്കുമെന്നുള്ള സൂചനകൾ തന്നെയാണ് നൽകുന്നത്. ഇന്നലെ തന്നെ ആദ്യം അദ്ദേഹം പോസ്റ്റ് ഇട്ടിരുന്നു. മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കുറിച്ചുള്ള ഒരു പോസ്റ്റ് അദ്ദേഹം ഇട്ടിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് ഇത് വളരെ വ്യക്തമായിട്ട് തന്നെ ബാക്കിയല്ല KM ഷാജി അല്ലെങ്കിൽ TP അഷ്റഫ് അലി, PK നവാസ് തുടങ്ങിയ ആർക്കൊന്നും ലീഗ് മലപ്പുറത്ത് നൽകിയതിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. അതൊക്കെ അർഹിക്കുന്നതാണ്. അതേസമയം തിരുവങ്ങാടിയിൽ അർഹിക്കുന്ന പലരും ഉണ്ടായിട്ടും ചില നേതാക്കളിൽ മാത്രം, അതായത് AK ആന്റണിയും ഔക്കാദക്കുട്ടൻ അഹിയും UA ബീരൻ സാഹിയും പ്രതികരിച്ച തിരുവങ്ങാടി മണ്ഡലത്തിൽ നിന്ന് ഒരു പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയോ മുനിസിപ്പൽ കമ്മിറ്റിയോ പാർട്ടി പ്രവർത്തകരോ ആവശ്യപ്പെടാതെ സമീപകാലത്ത് പ്രത്യക്ഷപ്പെട്ട PMA സമീർ എന്നതിനാളെ അർഹതപ്പെട്ടവരുണ്ടായിട്ടും അവരെ അവഗണിച്ച് സ്ഥാനാർത്ഥിയാക്കിയതിന്റെ മാനദണ്ഡം പാർട്ടിയെ സ്നേഹിക്കുന്നവർ ചോദ്യം ചെയ്താൽ അത് അച്ചടക്കലംഘനമായി കാണരുത്. പ്രതിഫലം പറ്റാതെ പാർട്ടിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവർ അവരുടെ വികാരം പ്രകടിപ്പിക്കുന്നത് സ്വാഭാവികമാണ് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി തന്നെ ഒരുപക്ഷെ PK കുഞ്ഞാലിക്കുട്ടിയുമായി അടുത്ത ബന്ധമുള്ള ആളാണെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും സൂചിപ്പിക്കാതെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ സാറിന് നമുക്കറിയാം എല്ലാ തലങ്ങളിലും നിലനിർത്താൻ സാധിക്കലിത്തങ്ങൾ നമ്മൾ പറഞ്ഞാണ് പല സ്ഥലങ്ങളിലും യുവാക്കളെ വേണമെന്ന് ആവശ്യപ്പെട്ടു പല നേതാക്കളുടെ പേരിലും പല മണ്ഡലം കമ്മിറ്റികളും ആവശ്യപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഏതെങ്കിലും ഘട്ടത്തിൽ താഴെത്തട്ടിൽ നിന്നും PMA സമീറിന് വേണ്ടി ആവശ്യം ഉന്നയിക്കപ്പെട്ടില്ല. ഈ KM ഷാജിയോ അല്ലെങ്കിൽ നമ്മൾ PK നവാസ്, TP അഷ്റഫ് അലി, ഫൈസൽ ബാബു പറഞ്ഞ പോലെ പാർട്ടി വേദികൾ നിറഞ്ഞു നിൽക്കുന്ന നേതാക്കളോ പ്രഭാഷകരോ അല്ലെങ്കിൽ അണികൾക്ക് ആവേശകരമായ നേതാക്കളോ അങ്ങനെയൊന്നുമല്ല PMA സമീർ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു പ്രൊഫഷണൽ ആണ്. അതേസമയം അടുത്താണ് ലീഗിന്റെ നേതൃത്വത്തിലേക്ക് തന്നെ വരുന്നത്. അത് പക്ഷേ ഒരു പ്രമുഖ നേതാവിൻ്റെ ഒരു താല്പര്യപ്രകാരമാണ് ഒരു സ്ഥാനാർത്ഥിത്വം എന്നുള്ള വിമർശനം ഉണ്ടായിരുന്നു. അതേസമയം ആ പൊതുവായ ഒരു ലിസ്റ്റിൽ ഒരു വളരെ നല്ലൊരു പാർട്ടി ലിസ്റ്റ് നടന്നതിൽ തന്നെ വലിയ തരത്തിലുള്ള വിമർശനം ഉണ്ടായിരുന്നു. അതേസമയം അടക്കം പറച്ചിലുകളിൽ അത്തരം കാര്യങ്ങൾ ഇതെങ്ങനെയാണ് ഈ സീറ്റ് വന്നതെന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേസമയം അത് കൃത്യമായിട്ട് അബ്ദുറഹ്മാൻ രണ്ടത്താണി ഒരു ആയുധമാക്കാൻ അബ്ദുറഹ്മാൻ രണ്ടത്താനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സീറ്റ് പ്രതീക്ഷിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പല തലങ്ങളിലും ഒരു പക്ഷേ വലിയ തോതിൽ പേര് ചർച്ചയായില്ലെങ്കിലും അദ്ദേഹം സീറ്റ് പ്രതീക്ഷിച്ചിരുന്നു. ആ പരിഗണന ലഭിച്ചില്ല. അത് മാത്രമല്ല ഇത്ര പരിഗണിക്കപ്പെടേണ്ടതില്ലാത്ത ആൾക്കാർക്ക് പരിഗണന നൽകുകയും ചെയ്തതിലെ ഒരു അതൃപ്തി പറഞ്ഞുകൊണ്ട് അദ്ദേഹം ലീഗ് വിടുന്നു എന്ന സൂചനകളാണ് നൽകുന്നത്. രണ്ട് തരത്തിലാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ അദ്ദേഹം താനൂരോ ഒരു പക്ഷേ തിരൂരോ ഒക്കെ മത്സരിച്ചേക്കാന്ന് വന്നിരുന്നു. അതേസമയം തിരുവങ്ങാടി തന്നെ മത്സരിക്കുന്നതിന് മുന്നേ PMA സമീറിന്റെ സ്ഥാനാർത്ഥിത്വത്തിലുണ്ടായ ലീഗിനകത്തുള്ള അതൃപ്തി അത് മുതലെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അബ്ദുറഹ്മാൻ രണ്ടത്താനെ നോക്കുന്നത്. CPM നോക്കുന്നത്. എന്തായാലും വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ ഒരു പ്രഖ്യാപനം ഉണ്ടാവുമെന്നാണ് നമ്മൾ കരുതുന്നത്. CPM-ന്റെ സംസ്ഥാന നേതാക്കൾ തന്നെ അബ്ദുറഹ്മാൻ രണ്ടത്താണിയുമായി സംസാരിച്ചു. കാരണം നമുക്കറിയാം അബ്ദുറഹ്മാൻ രണ്ടത്താണി ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. പല തവണ മാധ്യമങ്ങളിലൂടെ ലീഗിനെ പ്രതികരിക്കുന്നതിനപ്പുറത്തേക്ക് സംസ്ഥാന തലത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു നേതാവ്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പട്ടിക ചർച്ചകളൊക്കെ നടക്കുമ്പോൾ അബ്ദുറഹ്മാൻ രണ്ടത്താണിയും ഒരു സീറ്റ് പ്രതീക്ഷിച്ചിരുന്നു. അതുണ്ടായില്ല എന്ന് മാത്രമല്ല, തിരൂരങ്ങാടിയിൽ ആരും റെക്കമെൻഡ് ചെയ്യാതെ ഒരു കമ്മിറ്റിയും പിന്താങ്ങാതെ എങ്ങനെ PMA സമീർ സ്ഥാനാർത്ഥിയായി എന്നുള്ള ചോദ്യം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ CPM അബ്ദുറഹ്മാൻ രണ്ടത്താണിയിലേക്ക് എത്തുന്നു, അദ്ദേഹത്തെ സമീപിക്കുന്നു, തിരൂരങ്ങാടിയിൽ സ്ഥാനാർത്ഥിത്വം വാഗ്ദാനം ചെയ്യുന്നപ്പോൾ തുടർന്നുള്ള ചർച്ചകൾ ഏറെ നിർണായകമാണ്. രണ്ടത്താണിക്ക് CPM അത്താണിയാകുമോ എന്ന് കണ്ട് തന്നെ അറിയണം എന്തായിരിക്കും രണ്ടത്താണിയുടെ തുടർ നീക്കങ്ങൾ എന്നുള്ളത്. മലപ്പുറത്ത് വലിയ തരത്തിലൊരു രാഷ്ട്രീയ കൗതുകമുണ്ടാക്കുന്ന ചോദ്യങ്ങൾ കൂടിയാണ്. എന്തായാലും ഇന്ന് തന്നെ അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കും, ഒരു അന്തിമ തീരുമാനമുണ്ടാകും. അതിലേക്ക് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്.